ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് റുദർഫോർഡ്. താഴെ പറയുന്നവയിൽ ഹോർമോൺ അല്ലാത്തത് ഏത്? അഡ്രിനാലിൻ, തൈറോക്സിൻ, ഈസ്ട്രജൻ, പെപ്സിൻ. ഉത്തരം പെപ്സിൻ. ശുദ്ധമായ ജലം ഏത്? മഴവെള്ളം. പ്രായപൂർത്തിയായ മനുഷ്യനിലുള്ള രക്തത്തിന്റെ അളവ് എത്ര? 5.6 ലിറ്റർ. കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്ന്? ലാറ്റിൻ. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 7. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഡി. ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണ്. പച്ചക്കറി കൃഷിയെ സംബന്ധിച്ച പഠനശാഖ ഒലേറി കൾച്ചർ. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയെ. തേയിലിൽ കാണുന്ന അമ്ലാംശം ടാനിക്. ദ്രാവകങ്ങളുടെ കഥനാങ്കം അളക്കുന്ന ഉപകരണം ഹൈപ്സോമീറ്റർ. ജലത്തിനടിയിൽ ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ. എല്ലുകളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. ഡെങ്കിപ്പനിക്ക് കാരണമായ കൊതുക് ഏത്? ക്യൂലക്സ് കൊതുകുകൾ. വായുവിൽ കൂടി പകരാത്ത രോഗം ഏത്? സാർസ്, ആന്ത്രാക്സ്, ജലദോഷം ഇവയൊന്നുമല്ല. ഉത്തരം ഇവയൊന്നുമല്ല. സൂര്യപ്രകാശം ഭൂമിയിലെത്താനെടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. കറുത്ത മരണം എന്ന് അറിയപ്പെടുന്ന രോഗം പ്ലേഗ്. പ്ലൂട്ടോ സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം 248 വർഷങ്ങൾ. സാർസ് രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശം. വിളർച്ച ഉണ്ടാകുന്നത് എന്തിന്റെ കുറവ് കാരണമാണ്? ഇരുമ്പ്. കണ്ണിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ജീവകം എ. എൻഡോസൾഫാൻ കീടനാശിനി രോഗം വിതച്ചത് ഏത് ജില്ലയിൽ? കാസർഗോഡ്. രക്തം കട്ട പിടിക്കാതാകുന്ന രോഗം ഹീമോഫീലിയ. സാർസ് രോഗം പകരുന്നതെങ്ങനെ? വായുവിലൂടെ. ലോകത്ത് അധികം ക്ഷയ രോഗികളുള്ള രാജ്യം ഇന്ത്യ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ്. ഭൂമിയുടെ അച്ചുതണ്ട് എത്ര ഡിഗ്രി ചെരിഞ്ഞാണ് എന്നാണ് സങ്കല്പം? 23.5 ഡിഗ്രി. ഒട്ടകത്തിന്റെ ഓരോ കാലിലും എത്ര വിരലുകളുണ്ട്? 2. റബ്ബർ പാൽ ഘനീഭവിക്കുവാൻ വേണ്ടി ചേർക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. ഏറ്റവും കുറഞ്ഞ ശരാശരി ജീവിതകാലമുള്ള ജന്തു ഈച്ച. ലിനക്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്പ്യൂട്ടർ. ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ നഗരം കൊൽക്കത്ത. സൂര്യപ്രകാശത്തിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് തരംഗങ്ങളെ വലിച്ചെടുക്കുവാൻ ശേഷിയുള്ള അന്തരീക്ഷവായുവിലെ ഘടകം ഓസോൺ. ഓസോണിന്റെ നിറം നീലയാണ്. 1 മൈൽ എത്ര കിലോമീറ്റർ? 1.609 കിലോമീറ്റർ. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ ലോഹം ചെമ്പ്. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ. തുറന്ന ഹൃദയ ശസ്ത്രക്രിയയുടെ ഉപജ്ഞാതാവ് വാൾട്ടൺ ലില്ലേഹൽ. ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു നീലത്തിമിംഗലം. ശൂന്യാകാശത്തേക്ക് ആദ്യം അയക്കപ്പെട്ട ജീവി നായ. ഒരു ചുവന്ന പൂവ് പച്ച വെളിച്ചത്തിൽ എന്ത് നിറമായി കാണുന്നു? കറുപ്പ്. ആഹാരത്തിലെ പോഷകാംശത്തിലധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ച്?
ചെറുകുടലിൽ വെച്ച്. ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്പൺഹൈമർ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? കാവൻഡിഷ്. ഏറ്റവും അധികം മാംസ്യം അടങ്ങിയിട്ടുള്ളത്? പയർ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഏത് ഹൃദയ അറയിലാണ് എത്തുന്നത്? വലത് ആറിക്കൾ. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഫോർമിക് ആസിഡ്. പാറ്റല്ല ഏത് അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ്? മുട്ടുചിരട്ട. 2 വ്യത്യസ്ത വിഷയങ്ങളിൽ നോബൽ സമ്മാനം നേടിയ വ്യക്തി ആര്? മാഡം ക്യൂറി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? പാൻക്രിയാസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ശീതരക്തമുള്ളവ? മത്സ്യം, ഉരഗങ്ങൾ, പക്ഷികൾ, തവളകൾ. ഉത്തരം പക്ഷികൾ. ആൺകൊതുകിന്റെ പ്രധാന ആഹാരം? അഴുകിയ ഇലകൾ. തേനും പഴച്ചാറും എന്നും പറയുന്നുണ്ട്. ഉമിനീർ ഏത് ഭക്ഷ്യഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്? അന്നജം. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചത് ആര്? ലൂയി പാസ്റ്റർ. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയത് ഏതിലാണ്? ചെറുനാരങ്ങ. ആർത്രൈറ്റിസ് രോഗം ബാധിക്കുന്നത് എന്തിനെ? സന്ധികളെ. തുടയെല്ലിനെ ശരീരശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന പേര്?